കൃഷ്ണ 10 മണിക്കാണ് അതൊക്കെ അടിക്കലും മാന്തലൊക്കെ കുറച്ച് കൂടുണ്ട് കേട്ടോ അവേ. ഇന്നെങ്കിലും നമുക്ക് നേരത്തെ എത്തണം കേട്ടോ കുട്ടീനെ സ്കൂളിലേക്ക്. എന്നും പഴുകാറാണ്. ഇന്നും പഴുകും. ഈ വെണ്ടക്കപ്പുളി ഉണ്ടല്ലോ, നല്ല അസാധ്യ ടേസ്റ്റ് കേട്ടോ. താങ്ക് യു. പ്രഗ്നൻസിയിൽ ഇങ്ങനെ വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? ഷുഗർ ഉണ്ട്. കെട്ടിപ്പിടിച്ച് കിടന്നു പറഞ്ഞ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നെങ്കിലും വാവക്കുട്ടീനെ നേരത്തെ നമുക്ക് സ്കൂളിലേക്ക് എത്തിക്കണം. കാരണം എന്നും വഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് സൈൻ ചെയ്യിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഡയറിയിൽ പാരൻസിൻ്റെ. അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. ഇനി കറക്റ്റ് സമയത്തിന് നമുക്ക് സ്കൂളിലേക്ക് എത്തിയേ പറ്റുള്ളൂ. അവൾക്ക് ചീത്ത കേൾക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാവരുത്. ഇന്നെങ്കിലും നമുക്ക് നേരത്തെ എത്തണം കേട്ടോ കുട്ടീനെ സ്കൂളിലേക്ക്. ഇനി വഴുകാൻ പറ്റില്ല. എന്നാലും അവളുടെ സൈൻ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞത് അതിനത്ര നേരം വൈകിച്ചല്ലേ. മുത്തുമണി എന്റെ പേര് പെണ്ണി മുത്തശ്ശീന്റെ അടുത്ത് എന്താ പഠിപ്പിച്ചു കൊടുക്കണേ? ഇപ്പോഴിട്ട് വന്നിട്ട് മതി കേട്ടോ പഠിപ്പിക്കല്. ഇവിടെ പെണ്ണൊന്നുമില്ല, കാണാണ്ടോ പെണ്ണ് കാണാ കെട്ടി. ഇത് വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതല്ലേ? ബാവക്കുന്ന സാമ്പാർ റൈസാണ്. സാമ്പാർ റൈസ് ആണല്ലേ? ആച്ചപ്പ അതൊന്നും നോക്കൂല. പെട്ടെന്ന് നമുക്ക് ഇറങ്ങണ്ടേ. എന്നും പഴുകാറാണ്. ഇന്നും പഴുകും. എന്തെങ്കിലും നേരത്തെ ചെല്ലണ്ടേ. വേഗം വരെ വാവപ്പെട്ട് ചെറുക്കിനെടുത്തിടൂ. മിക്കി മൗസ് ആയല്ലോ, രണ്ട് സൈഡിലും കെട്ടിയിട്ട്. എന്നാ കറക്റ്റ് സമയത്തിന് ചെന്ന്, ഇല്ലെങ്കിൽ എന്ന് വഴുകാറാ. എന്നാൽ ബെല്ലടിച്ചതിൻ്റെ 2 സെക്കൻഡ് മുമ്പ് ഞാൻ അവിടെ എത്തി. 1:30 നേരത്തെ കഴിക്കാൻ പോവാണ് ലഞ്ച്. പിന്നെന്താണ്, അമ്മ ഒന്നൊരു വെണ്ടയ്ക്കാപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, പിന്നെന്തൊക്കെയാ തൈരുണ്ട് തോന്നുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി ഇറങ്ങും, ശ്രദ്ധിച്ചിറങ്ങിയാൽ ഓരോ അർജൻറ്റും ഇവിടെ വന്നിട്ട്. ഈ വെണ്ടയ്ക്കപ്പുളി ഉണ്ടല്ലോ, നല്ല അസാധ്യ ടേസ്റ്റ് കേട്ടോ. താങ്ക് യു. ഈ തൈരും സാമ്പാറും കൂട്ടിയിട്ട് ഒരു കഴിച്ചിട്ടുണ്ടല്ലോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര വിശപ്പ്. അത് പിന്നെ കുട്ടി ഇവിടെ കിടക്കുമ്പോൾ വിശക്കാണ്ടിരിക്കും, എക്സ്ട്രാ വിശപ്പ് ഉണ്ടാവില്ലേ, അതായിരിക്കും. എന്താ ഇവിടുത്തെ കയ്യത്തോ നോക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടുന്ന് സ്വിച്ചുമ്മക്ക് ഈസി ആയിട്ട് എത്തും. ഒന്ന് നീങ്ങി വലിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്തും. പ്രഗ്നൻസിയിൽ ഇങ്ങനെ വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? ഷുഗർ ഉണ്ട്. ഷുഗർ കാരണം കഴിക്കാനും പേടി, പക്ഷെ വിശക്കുണ്ട്. എന്താ അങ്ങനെ, എന്താ ചെയ്യാ? കഴിക്കൂ. ഓവറായിട്ട് ഈ ചോറ് കഴിച്ചാലാണ് ഷുഗർ കയറുന്നത്. ഒരു മീഡിയമൊക്കെ ആയിട്ട് കഴിക്കാം. ഓവറായിട്ടില്ല, കഴിക്കാനും പേടിയായിട്ടുണ്ട് ഷുഗർ കാരണം. പക്ഷെ 3 നേരം ചോറുണ്ടായിരുന്നത് ഇപ്പോൾ 1 നേരം ആക്കിയല്ലോ, അതിലെല്ലാം ഷുഗർ കുറയും. അത് കാര്യമാണ്. വിശക്കണുണ്ടെങ്കിൽ കഴിക്കുക, അതിലകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. എന്തേ ഷുഗർ ഉണ്ട്, അതാണ് പേടി. അതാ കൺട്രോൾ. നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം, എനിക്ക് ഷുഗർ കയറുന്നുള്ളത്. അത്ര മാത്രം ഉണ്ടായാൽ മതി. എന്നിട്ട് കഴിച്ചോ. ഫോണിൽ കയറി വന്നിട്ടൊക്കെ ക്ഷീണിച്ചല്ലോ. ഇനിയും വിശക്കുന്നുണ്ടെങ്കിൽ ഇതോ ഇരിക്കുന്നു ബിസ്ക്കറ്റ്. ഞാൻ കൊട്ടയിലിട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നിറയെ കമൻസ് കണ്ടു, ലവ് യു അമ്മൂന്നും ഒരുപാട് കണ്ടു. നിറയെ പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. മെനി താങ്ക്സ്. വളരെ സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. പിന്നെ എനിക്ക് ഈ മൂഡ് സ്വിങ്സ് കാരണം എനിക്ക് ശരിക്കും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ചിരിച്ച് കളിച്ചിട്ട് അതൊന്നും പറ്റുന്നില്ല ഈ വ്ളോഗിൽ. ഇപ്പോൾ AC റൂമിലായിരിക്കണത്. ഇപ്പോൾ കൂളായിട്ടുണ്ട് കണ്ട. എന്നിട്ടും എനിക്ക് കൂളിംഗ് മൊത്തം ആയിട്ടില്ല. വേർപ്പ് നോക്കൂ, അത് പ്രഗ്നൻസിയിൽ കോമൺ ആയിട്ട് വരും. അത് സ്വെറ്റ് കാരണമാണെന്ന് അറിയില്ല, ശ്വാസം മുട്ടേക്ക് വാക്ക് തന്നെ പുറത്തു വരില്ല. അപ്പോൾ വന്ന് വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റില്ല. യെസ് ഓർ നോ പറയേ എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ട് പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. എനിവേ ആഫ്റ്റർ ഡെലിവറി നല്ല ഒരു ഇതായിട്ട് എന്താ പറയുക, ആക്റ്റീവായിട്ട് പിന്നെയും ആക്റ്റീവായിക്കോളാം. സ്മൈലിങ് ഫേസോടെ ഞാൻ വരാം. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇനി പോയിക്ക നേരം വൈകണ്ട. നേരെ 3:15 3:15
എന്തായാലും ഇത് നേരത്തെ ചെന്നോണ്ട് കുഞ്ഞാവയ്ക്ക് ചീത്തയൊന്നും കേൾക്കില്ല. നേരത്തെ പെക്കോളുണ്ട് എന്തിനങ്ങനെ വഴിയിക്കണേ. രാവിലെ എണീറ്റിട്ട് അവളെ അപ്പിടിപ്പിച്ച് ഒരുക്കി പോവല് നല്ല കഷ്ടമാണ്. ഞങ്ങൾ വിചാരിക്കണ മാതിരിയൊന്നല്ല. പറഞ്ഞ കേൾക്കൊന്നുമില്ല. ആ കഴിക്കില്ലേ. അതിനെ കിടക്കപ്പായെന്ന് എണീപ്പിക്കണമെങ്കിൽ കിക്കിളിയൊക്കെ ഞാൻ എണീപ്പിക്കണം. അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. കിക്കിളിയൊക്കെ ശല്യം കാരണം എണീക്കും. അച്ഛനെ ചീത്ത വിളിച്ചിട്ട് ചാണ്ടി അച്ഛൻ കിക്കിളിയൊക്കെ ഉറങ്ങാനും സമ്മതിക്കില്ല. അതാ അവസ്ഥ. അത്യാവശ്യം ഒരു വെയിലുണ്ട്, എന്നാ മൂടി കെട്ടിയ അവസ്ഥയിലാണ്. സ്വത്തിന്റെ ഫ്ലവർ എവിടെ? ഏയ് ഞങ്ങള് പോരുന്ന കുഞ്ഞാണി കുഞ്ഞ് വർത്താനം പറയാൻ വന്നാൽ ഞാൻ മിണ്ടില്ല. ഉറപ്പാ ഉറുപ്പിന്റെ ഉറപ്പാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഉണ്ടാവാം. അമ്മയുടെ കഴിക്കാം, വേം വെക്കാം, ഓടിക്കോ. ആക്കല്ല അമ്മേൻ്റെ വേണ്ട, ഞങ്ങളായിരുന്നു വേണ്ടല്ലോ. എന്താ മുത്തശ്ശി വേണ്ടേ ബാബയ്ക്ക്? അതാ മുത്തശ്ശിക്ക് സങ്കടം, മുത്തശ്ശിയെ വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ബാബാനോട് ആരെങ്കിലും ഒപ്പിടാൻ പറഞ്ഞോ? ഇന്നലെ സൈൻ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ ചിത്തം വേർത്തൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ സൈൻ ഇടാത്തോണ്ട്. ആ ഞാൻ വൈകിട്ട് പോയില്ല, ഞാൻ നല്ല വൈകിട്ട് പോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാം ജനങ്ങളെ വെച്ചു. പിന്നെ വന്നപ്പോൾ സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങനെ ആയില്ല. അത് തുടങ്ങുമ്പോഴേക്കും ഞാൻ എത്തി. നേരത്തെ പോണേ. നേരത്തെ എത്തി. പിന്നെ ഞാനിതാ ഇങ്ങനെ വഴിയിക്കണേ. അവിടെ ഒരു മിഠായി കഴിച്ചിട്ടുള്ളൂ. ആണോ? പിന്നെ ഒരു മിഠായി ഞാൻ കൈ വെച്ച് അത് നിങ്ങൾ കഴിക്കാൻ തന്നെ അല്ലേ? കഴിക്കൂല, അങ്ങനെ കൈ പിടിക്കും. അതിങ്ങനെ നോക്കിയിരിക്കൂല്ലേ? ഈ കരിമീനും കൈ പിടിച്ചിട്ട് പൂച്ച എത്ര നേരം ഇരിക്കുന്നാവോ? നോക്കിയിരിക്കുള്ളൂ ചന്തം നോക്കിയിട്ട് അല്ലേ? വായിലിടാനല്ലേ? അല്ലേ ഇങ്ങനെ നോക്കിയിരിക്കാം. അച്ഛൻ കുറച്ചേരം നോക്കിയിരിക്കട്ടെ. അച്ഛനും കുറച്ചേരം നോക്കിയിരിക്കാം. വായിലിടും. വാവേ ഇതെന്തിനാ ഡെയിലി ഫ്ലവർ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണേ? കുഞ്ഞാവ ഇല്ലേ, ആ കുഞ്ഞാവ് എനിക്ക് ഡെയിലി വേണത്ര. കുഞ്ഞാവി പാവല്ല, അതുകൊണ്ട്. ഈ കുഞ്ഞാവ പറഞ്ഞ വാവോട്? ഇതേണ്ട ഈ കുഞ്ഞാവ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് വാവയ്ക്ക്? കുഞ്ഞാവിക്ക് അത് കളിക്കാൻ വേണ്ടിട്ട് പാവിച്ചിട്ട്. പുറത്തു വരാത്ത കുഞ്ഞാവയ്ക്ക് ഇപ്പൊ തന്നെ കളിക്കാൻ കൊടുക്കുക? പുറത്ത് വന്നിട്ട് കൊടുത്താ പോരെ? പുറത്ത് വന്നിട്ടുണ്ടാണ്, അതുപോലെ കളഞ്ഞ പിന്നെയും കൊണ്ടു. അമ്മയുടെ അടുത്ത് മാത്രം കൊടുത്തിരിക്കണു ചോക്ലേറ്റ്. വിശ്വാസം കൊണ്ടൊന്നല്ല, തിന്നരുത്. അതിന് എന്നെക്കാട്ടിലും സേഫ് അമ്മയുടെ കൈകളാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണ. ഇതാ ഓടി വരണോക്കാം, വേഗം പോയിട്ട് കയ്യേക്കാൻ പോകണോക്കാം. എടുക്കണ്ട, ജൈജാൻറ്റിക് ഫിഗർ ആയിട്ടുണ്ട് പറഞ്ഞിട്ട് എന്തിനാ എടുക്കണം ഇങ്ങനെ? അത് അടുത്തേക്ക് വന്നാലേ വിട്ട് നിൽക്കുന്ന എടുത്താൽ മതി. ദൂരം നിന്ന് എടുക്കുമ്പോ കുഴപ്പമില്ല. ഈ വൈഡ് ലെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണേ. വൈഡ് ലെൻസ് ഉണ്ടെങ്കിൽ സൂക്കായിട്ട് കിട്ടും. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ ലെൻസിൽ കിട്ടും. കണ്ടോ? ഇതിൽ കിട്ടൂല. കുറെ നേരെ ഇനി തൊണ്ട കുടുങ്ങരുത് കേട്ടോ. ഇത് എത്രാമത്തേത്? ഒന്ന് തന്നെ ഫസ്റ്റ്. ഇപ്പൊ കിട്ടിയ ന്യൂസ്, ഒരു കമന്റ് വന്നിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ യൂണിഫോം ഒന്ന് മാറ്റി കൊടുത്തുകൂടെ, എന്തിനാ ഈ യൂണിഫോം ഇട്ടിട്ട് നടത്തണമെന്ന് ചോദിച്ചിട്ട് യൂട്യൂബിലൊരു കമന്റ് കണ്ടു. സ്കൂളിൽ നിന്ന് വിട്ട് വന്ന ഉടനെ അതിനെ മേൽ കഴുകി പോയി മാമു ഉണനെന്നാണ് എൻ്റെ പ്ലാൻ. അവള് സമ്മതിക്കില്ല, ഡ്രസ്സ് അഴിക്കാനും സമ്മതിക്കില്ല. കുട്ടിയോട് ചോദിച്ചു നോക്കൂ. എന്താ യൂണിഫോം ഊരിടാനാ പറയണത് യൂട്യൂബിലുള്ള ആൾക്കാർ. എന്താ ചെയ്യണ്ടേ? നമുക്ക് മേൽ കഴുകിയാലോ? മേൽ കഴുകാൻ പണി കഴിയില്ലേ? നോക്കിയാണോ യൂണിഫോം ഓടിയാൻ പറഞ്ഞേ? ആ വാർപ്പും ഇതൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ നമുക്ക് മേൽ കഴുകി വേറെ ഡ്രസ്സ് ഇട്ട് താഴത്ത് പോകല്ലോ, അപ്പൊ ആ പണി കഴിയില്ലേ? പ്ലീസാ? വേണ്ടേ? വേണ്ടത് അവർക്ക് ഇഷ്ടമല്ല, പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ? നമ്മൾ എത്ര പറഞ്ഞതാണ്? നല്ലതാണേ, അമ്മയൊക്കെ അങ്ങനെ ചെയ്തിരുന്നേ. നോക്ക്, യൂണിഫോം ഊരിട്ടത്രേ. സ്കൂള് വിട്ട് വന്ന ഉടനെ എന്താ ചെയ്യാറിയോ? നേരെ ബാത്റൂം കയറും. എന്നിട്ട് യൂണിഫോം ഒക്കെ അഴിച്ച് മേല് കഴുകി വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഇരുന്ന് കഴിക്കാം.
താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ മൊത്തം ഫ്രൂട്ട്സിന്റെ സ്മെല്ലാണല്ലോ. ഫ്രൂട്ട്സ് നാശാക്കണ്ടല്ലോ, കഴിക്കണല്ലോ. ഇത് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്, എടുത്തോളൂ. ഉണ്ടാക്കിക്കോ, ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ. നിങ്ങള് ദോശയൊക്കെ കഴിച്ചോ? രണ്ടെണ്ണം ഉണ്ടാക്കി ചോറ് കൊടുത്തു. ചുത്തൻ ചോറുണ്ടോ? മതി. ചോറുണ്ടോ? കുറച്ച് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. ഒറ്റയ്ക്ക് തിന്നാലേ അത് നിലത്തേക്ക് വീഴും. അവൻ അടിയിൽ ഈ പാത്രം വെച്ചോ, ഇല്ലെങ്കിൽ പാത്രത്തേക്ക് ചാടിക്കൂടും. ഇല്ലെങ്കിൽ വെള്ളം കൂടെ ഒറ്റിയിട്ട് വാവയുടെ ഉടുപ്പിലൊക്കെ ആവും. ഒറ്റയ്ക്ക് തിന്നാലേ ആരും കാണാതെ. നിങ്ങൾക്കേ ദോശ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം വേണ്ട അപ്പം മുട്ട ഉണ്ടാക്കി തന്നെ ഓംലേറ്റ്. അത് മതി, എനിക്ക് അത് മതി, അതാ ഇഷ്ടം. ഞാൻ അതും കൂടി മര്യാദക്ക് കഴിക്കാണ്ടിരിക്കരുത്. പകുതി ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ചാൽ മതി, എന്നാ കഴിഞ്ഞു. ഫുള്ള് കഴിച്ചോണ്ട് കേട്ടോ. അത് ഞാൻ കഴിച്ചോളാം, അതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ. അമ്മ അച്ഛാ ഇതുവരെ അമ്മ ഞാൻ ചീത്ത തരുന്നു, കുറെ വട്ടം സോറി പറയും, പിന്നെ ചീത്ത തരുന്നു. എന്തിനാ ചീത്ത പറഞ്ഞേ? ഞാൻ അറിയാൻ വേണ്ടി സോറി പറയും. ആദ്യം മാത്രമേ വയറ്റിൽ കുത്തി. പിന്നെ നാളെ വേണമെങ്കിലേ കുഞ്ഞാക്ക് വേനക്കില്ലേ വാവേ? അച്ഛൻ ഞാനോട് പറഞ്ഞ അമ്മ അമ്മ അച്ഛൻ അമ്മോട് പറയണ്ടേ എന്ത്? അമ്മ ഞാൻ ഇത്ര നാളും ചീത്ത തരുന്നു. അമ്മ അങ്ങനെയല്ലേ, അമ്മ ചീത്ത പറയില്ലേ പിന്നെ? ആ അപ്പം ഞാൻ ചീത്ത പറയാൻ പാടില്ല. വാവ മാന്തിയിട്ടല്ലേ ചീത്ത പറഞ്ഞേ? മാന്തിയിട്ട് മുറിയാക്കിയില്ലേ? ഓ എന്താ പല്ലിയുടെ വലിപ്പം. ചക്ക പോകുന്നുണ്ട്. പിടിച്ചിരിക്കണേ കണ്ണുണ്ടാക്കി കണ്ണ് കാണാണ്ട്. അതിന്റെ വീട്ടിലേക്ക് പോവാണേ. അവിടെ വീട്ടിൽ അതിന്റെ വീട് എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അങ്ങോട്ട് പോവാണ്. വേണമെങ്കിൽ ഫ്രണ്ടായിട്ട് കൂടെ പോയിക്കും. കല്ലിന്റെ വീട്ടിൽ പോയിട്ട് ദോശയൊക്കെ കഴിക്കുക. കഴിച്ച് കല്ലിനെ കെട്ടിപ്പിടിച്ച് കണ്ണോർക്കും. കല്ലിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഓർമ്മത്തെ. പച്ച ദോശ ഇല്ല കേട്ടോ, വെളുത്തത് ഉണ്ടാക്കിയാൽ മതി, നാളെ അരച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അരച്ചുണ്ടാക്കിയിട്ട് വേണം. ഇപ്പോഴാണ് നോക്കുന്നത്, സാധനം വിട്ടുപോയി. ഓക്കെ, ഫീലിംഗ് ഓക്കെ. ഏതായാലും മതി, വിശക്കുണ്ട്. അതെ എപ്പോഴാണ് സാറ്റർഡേ ആവുക? സാറ്റർഡേ ഇന്നത്തെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 3 ദിവസം കൂടി. 3 days. ഇത് തട്ടിയിടല്ലേ, കഴിക്കേ. ഡ്രൈ ഫ്രൂട്ടുകളുടെ ചാകര കാലിയായല്ലോ. വാങ്ങിക്കണം. അങ്ങോട്ട് വേഗം. കുഞ്ഞാവയ്ക്ക് പാല് കൊടുക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലപരിപാടിക്ക് ശേഷം ഉറങ്ങുന്നതായിരിക്കും കുഞ്ഞാവ. അപ്പോൾ 9:45 ഇവരുടെ സെക്കൻഡ് ഡിന്നറും കഴിഞ്ഞിരിക്കുകയാണ്. ഉള്ള മാവ് കാര്യങ്ങളെല്ലാം ഞാനെല്ലാം അരച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നാളെ ഉണ്ടാക്കി ചുട്ടാൽ മതി. ചെറുപയർ ദോശ, അരിദോശ. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. കൃഷ്ണ 10 മണിക്ക് നാളെ ഞാൻ പഠിക്കാൻ നോക്കും. നാളെ അടിച്ചോ കുണ്ടി അതൊക്കെ അടിക്കലും മാന്തലൊക്കെ കുറച്ച് കൂടുണ്ട് കേട്ടോ. വാവേ എവിടുന്ന ഇത് കിട്ടണാവാണ് കേട്ടോ, നല്ലതല്ലത്. എൻ്റെ വയറ്റിൽ കുത്തുകയും ചെയ്തു, മാന്തവും ചെയ്തു, ഇതെല്ലാവരും അടിക്കുകയും ചെയ്തു.